പാവ് ഭാജി. ആവശ്യമായ സാധനങ്ങൾ: ഉരുളക്കിഴങ്ങും ക്യാരറ്റും പുഴുങ്ങിയത്, ഗ്രീൻ പീസ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, സവാള കൊത്തിയരിഞ്ഞത്, ചെറുതായി അരിഞ്ഞ തക്കാളി, ക്രഷ്ഡ് ചില്ലി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെണ്ണ. ചൂടായ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെണ്ണയും സൺഫ്ലവർ ഓയിലും ഒഴിക്കുക. കാപ്സിക്കം അരിഞ്ഞതിടുക. ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിടുക. നന്നായി വഴറ്റുക. സവാള ഇടുക. കുറച്ച് കസൂരി മേത്തി ഇടുക. കുറച്ച് പാവ് ഭാജി മസാല ഇടുക. ഇന്ന് പാചകം എൻ്റെ മരുമകളാണ്. ഇനി ഇതിലേക്ക് തക്കാളി ഇടുക. പാകത്തിന് ഉപ്പിടുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും പൊടിച്ചത് ഇടുക. കുറച്ച് ഗ്രീൻ പീസും ഇടുക. കഷ്ണങ്ങളെല്ലാം കുത്തി ഉടച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ച് വേവിക്കുക. 10 മിനിറ്റ് അടച്ച് വേവിക്കുക. ഇനി വേറൊരു ചൂടായ ചീനച്ചട്ടിയിൽ അല്പം വെണ്ണയിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരച്ചതിടുക. അതോടൊപ്പം കുറച്ച് സവോളയും ഇട്ട് നന്നായി ഇളക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ഇടുക. കുറച്ച് കസൂരി മേത്തിയും കുറച്ച് പാവ് ഭാജി മസാലയും ഇട്ട് നന്നായി വഴറ്റുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. നല്ല മണം വരുമ്പോൾ മസാല കോരിയെടുത്ത് കറിയിലേക്ക് ഇടുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചെറുതായി അരിഞ്ഞ കാപ്സിക്കം ഇടുക. ഇനി കറി നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെണ്ണയിടുക. ചെറുതായി അരിഞ്ഞ മല്ലിയിലയും ഇട്ട് സ്റ്റൗ ഓഫാക്കാം. ഇനി ഒരു മുറി നാരങ്ങ കറിയുടെ മേലെ പിഴിഞ്ഞൊഴിക്കുക. സ്വാദിഷ്ടമായ പാവ് ഭാജി റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും രുചിച്ചു നോക്കൂ. എന്ത് രുചിയാണെന്നോ.